ഞാൻ തുടങ്ങട്ടെ. ഊരിയാട് ചാപ്പരങ്ങാട് തേനൂർ പാപ്പാന്റെ മഖാമുള്ള പള്ളി ദർശെടുത്തുമ്പോ അവിടെ ഒരാളെ പാമ്പ് കടിച്ചു. ഇത് നാഗരാജാവാ. കോട്ടക്കൽ ആര്യവേശാലി കൊണ്ടേക്കാണ് സൂചി വെച്ചു, മരുന്ന് കൊടുത്തു, പലതും കൊടുത്തു. പക്ഷെ ആൾക്ക് ബോധം വരുന്നില്ല, കണ്ണിന്റെ പോള പൊന്തുന്നില്ല. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കാൻ വേണ്ട, അല്ല കേൾക്കണം. അപ്പൊ ഓലെന്താക്കി പള്ളിക്കലെ മോചേരിയാണ് സാധുപീടിയായ ഞമ്മടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്റെ വാപ്പാനെ പാമ്പ് അടിച്ചിക്കണ്, മുപ്പരെ കണ്ണിന്റെ ഓള പൊന്തണില്ല, ജീവൻ കിട്ട് വരുന്നില്ല. ആരാടാ റമോ നിന്നോട് അപവാദമൊക്കെ പറയുന്നത്? പള്ളിക്ക് പോയി ഹൗദൊന്ന് കുറച്ച് വെള്ളമെടുത്തു, അതങ്ങ് ചെല്ലിക്കാണ് ഞാൻ മന്ദിച്ചിട്ട് കുപ്പിയിലാക്കി ചക്കരോട് പറഞ്ഞു, കോട്ടക്കൊക്കെ എടുക്കണ വാപ്പാ കൊണ്ടേ മോത്ത് കൊണ്ടേ പാരൻ, മുഖത്ത് കൊണ്ടേ പാർന്നേക്കനെ കണ്ട് മണ്ണെണ്ണ മേത ചത്ത പാമ്പിന് മണ്ണെണ്ണ വാർന്ന മാതിരി പറയണ നീച്ചു. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവണം. അനന്തേട്ടാ, ഓ അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അതിന്റെ നാടിന്റെ അടുത്തുണ്ട് കിള്ളക്കൂട് എന്ന സ്ഥലല്ലേ, അവിടെ ഞാൻ ദർശനത്തിന്നു. ആനബാബാജിയാണ് അയാളെ പള്ളിന്റെ അടുത്ത്. സെക്രട്ടറിന്റെ അഞ്ചുണ്ട് അബ്ദുന്നൂർ എന്ന ചങ്ങായി, ഓനെ പാമ്പടിച്ചു വൈകുന്നേരം 3 മണിക്ക് തോട്ടുന്ന്. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കോട്ടക്കലെ ഡോക്ടർമാർ ചോദിച്ചു കണ്ടേക്കണേ പാമ്പിനെ കൊടുന്നേക്കണോ. അപ്പോലെ പറഞ്ഞു പാമ്പിന് പോരാൻ കുപ്പായം സ്ഥിരിട്ടില്ല, അതുകൊണ്ട് പോന്നിട്ടില്ല. സ്ഥിരിട്ട കുപ്പായം ഇല്ല, അതുകൊണ്ട് പാമ്പ് പോരാൻ കൂട്ടിച്ചില്ല. അപ്പൊ എല്ലാ പാമ്പിനെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഡോക്ടർമാർക്ക് പാമ്പിനെ കാണണം, മൂലയന്മാർക്ക് പാമ്പിനെ കാണണ്ട. തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? മൂലയന്മാർക്ക് പാമ്പിനെ കാണാം, അല്ല മൂലയനാണോ പാമ്പിനെ കാണണ്ട. എന്റെ ഈ നേട്ടത്തിൽ ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം, ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. കോഴി നേരെ കയറി മുട്ടയിട്ടു, കോഴി ഇങ്ങോട്ട് പാറി ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് താത്തൻ ഇത് കൈ ഇങ്ങനെ കൊണ്ടുകൊണ്ട് പൂസിയപ്പോ ബമ്പം ഒരു പുല്ലാണി മൂർഖൻ ഒറ്റ കൊത്ത കയ്യിനെ കടിച്ചിങ്ങോട്ട് പൊളിച്ചു. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കൂ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. താത്ത നേരെ മണ്ടി എന്ന് കൊടുക്കാറ്. ഞാൻ നിൽക്കുന്ന പള്ളിക്കൊക്കെ 6 ഏക്കറ പള്ളിക്കാടുണ്ട് ഈ പാങ്ങല പള്ളിപ്പറമ്പ്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാര് എണ്ണൻ പിള്ളേ. അയക്കാ താത്ത ഈ മരണവേദനയും കൊണ്ട് മണ്ടി, ഉസ്താദെ എനിക്ക് ആരും നോക്കാല്ല, പെരും മൂർഖൻ പാമ്പാണ് കടിച്ചത് പറഞ്ഞു. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഞാൻ എന്ത് കാട്ടി, ഹൗദിലെ വെള്ളം എടുത്തിട്ട് മന്ദിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മരിക്കൂല ഉറപ്പാ. താത്തൊന്നും ഹയാത്തിലുണ്ട്, പാങ്ങിൽ അന്വേഷിച്ച് നോക്കി. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഈ മറ്റേ പാമ്പിനെ പൊടിച്ചത് എങ്ങനെ തോന്നെ പേര് ബാബാ സുരേഷ്. വാനെന്താ പിന്നെ പാമ്പടിച്ചിട്ട് വിഷകരി വാ അതല്ലോ ബാബാ സുരേഷ് അല്ലേ? നീ വാനോട് ഇജാസ് കൊടുത്ത് കാര്യമുണ്ടാ? അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ദേശീയ ദൈവം ഞങ്ങട്ടാവണമെന്ന്. കേരളത്തിന്റെ ദേശീയ പക്ഷി വേഴാമ്പല്, ദേശീയ മൃഗ ആന, അതേമാതിരി തന്നെ ദേശീയ ദൈവം. സ്വർഗത്തിലേക്കുള്ള പ്രയാണമെന്ന് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ.